കല്യാണ പല്ലക്ക്. ഒന്ന് രണ്ട് പ്രാവശ്യം വിളിച്ചിട്ട് ഗംഗ മുഖം ഉയർത്തുന്നില്ലെന്ന് കണ്ടത്. രാഹുൽ മെല്ലെ അവളുടെ കയ്യിലൊന്ന് തൊട്ട് വിളിച്ചു. ഒരൊറ്റ തട്ടായിരുന്നു ഗംഗ. പ്ലീസ് രാഹുൽ, എന്നെ ഒന്ന് വെറുതെ വിട്. കുറച്ചു സമയം ഞാനൊന്ന് തനിച്ചിരുന്നോട്ടെ. കലങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി ഇടറിയ സ്വരത്തിൽ ഗംഗ അത് പറഞ്ഞു. അവളുടെ നീണ്ടു വിടർന്ന കണ്ണിൽ എഴുതിയിരുന്ന കരിമഷി ചെറുതായി പടർന്നിരുന്നു. ഒപ്പം സിന്ദൂര രേഖയിൽ താൻ അണിഞ്ഞുകൊടുത്ത സിന്ദൂരവും. അസ്വസ്ഥമായ മനസ്സോടെ രാഹുൽ തലയ്ക്ക് കൈകൊടുത്ത് അവൾക്കരികിലേക്കിരുന്നു. പിന്നെ അവളെ ശ്രദ്ധിക്കാതെ വസ്ത്രം മാറി മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. രാഹുൽ മുറിയിൽ നിന്ന് പോയെന്ന് കണ്ടതും ഗംഗ മുഖം ഉയർത്തി. അവൾക്ക് ചുറ്റിനുമുള്ള എല്ലാത്തിനോടും ദേഷ്യം തോന്നുന്നുണ്ട്. ഒരു വേള രാഹുലിനൊപ്പം ഇറങ്ങിത്തിരിക്കാൻ തോന്നിയ നിമിഷത്തെ അവൾ വീണ്ടും വീണ്ടും പഴിച്ചു. അച്ഛനും അമ്മയ്ക്കും തൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം തല്ലിക്കെടുത്തി അവരെ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് നേടിയെടുത്ത ഒരു ജീവിതം. അവളെ നോക്കി അത് പുച്ഛം വിതറി. ഇന്ന് ആരോരുമില്ലാതെ ഒരനാഥയെപ്പോലെ ക്ഷേത്രത്തിൽ നിന്ന് രംഗങ്ങൾ ഓർമ്മ വന്നത് ഗംഗയ്ക്ക് വീണ്ടും വിഷമം വന്നു. കുറച്ചേറെ സമയത്തിന് ശേഷം രമ്യ ആ മുറിയിലേക്ക് വന്നു. അവൾ വരുമ്പോൾ കാണുന്നത് കട്ടിലിൽ വിവാഹവേഷത്തിൽ ചുരുണ്ടു കൂടിക്കിടന്നുറങ്ങുന്ന ഗംഗയാണ്. രമ്യയുടെ നെറ്റി ചുളിഞ്ഞു. അവൾ പെട്ടെന്ന് വാതിൽ ചേർത്തടിച്ചു. പുറത്തുനിന്ന് ആരും അകത്തേക്ക് കയറി വന്ന് അത് കാണേണ്ടാന്ന് കരുതി. സന്ധ്യ ആകാറായതുകൊണ്ട് വിളക്ക് വയ്ക്കാനായി ഗംഗയെ വിളിക്കുവാൻ വേണ്ടി വന്നതാണ് രമ്യ. അപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. രമ്യ മെല്ലെ ഗംഗയെ തട്ടി വിളിച്ചു. ഗംഗെ, ഇതെന്ത് കിടപ്പാ? സന്ധ്യയായി, എഴുന്നേക്കുന്നില്ലേ? രമ്യ ചോദിച്ചതും ഉറക്കച്ചടവോടെ ഗംഗ കണ്ണൊന്ന് തിരുമ്മിക്കൊണ്ട് അവളെ നോക്കി. എല്ലാവരും പോയോ ചേച്ചി? അടഞ്ഞ സ്വരത്തിൽ അവൾ ചോദിച്ചു. ഇല്ല, ശാന്തിച്ചെറിയമ്മയും അമ്മമാരും എല്ലാം പുറത്തുണ്ട്. അവർക്കിനി നാളെ പോകൂ. നീ വേഗം പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ. അവരൊക്കെ നിന്നെ തിരക്കുന്നുണ്ട്. ഒരുപാട് നേരം മുറിയടച്ചിരുന്നാൽ എന്തെങ്കിലുമൊക്കെ പറയും. പ്രായമുള്ളവരല്ലേ, നമുക്ക് പിന്നെ പറഞ്ഞു നിൽക്കാനൊന്നും കഴിയില്ലെന്ന് വരും. എന്തിനാ വെറുതെ ആൾക്കാരെ മുഷിപ്പിക്കുന്നത്? രമ്യ സൗമ്യമായ രീതിയിൽ പറഞ്ഞതും ഗംഗയ്ക്ക് കാര്യം മനസ്സിലായി. ചേച്ചി, ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാ. ഗംഗ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഏയ്, അതൊന്നും കുഴപ്പമില്ല ഗംഗ. നമ്മൾ മാത്രം ഉള്ളെങ്കിൽ പ്രശ്നമില്ല. ഇതിപ്പോ എല്ലാവരും ഉണ്ടല്ലോ. നീ ഒന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി വാ. മൂളിക്കൊണ്ട് ഗംഗ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. പിന്നാലെ ഡോറടിച്ചു. രമ്യ പുറത്തേക്ക് പോയി. ഗംഗ വസ്ത്രമെല്ലാം മാറി മുഖമൊക്കെ നന്നായി ഒന്ന് തുടച്ചു പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ഹാളിൽ അവർ എല്ലാവരും ചേമ്പിൻ്റെ അട പുഴുങ്ങിയത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഗംഗ അധികം ആരെയും ശ്രദ്ധിക്കാതെ നേരെ അടുക്കളയിലേക്ക് നടന്നു. പിന്നെ മെല്ലെ അടുക്കളപ്പടിയിലേക്കിരുന്നു. പുറത്ത് ഇരുട്ട് വ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഗംഗയ്ക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പോഴാണ് സുശീല ഒരു പാത്രത്തിൽ ചെറുതായി മുറിച്ച കുറച്ച് ചേമ്പും തടയും മുളക് ചമ്മന്തിയും ഒരു ഗ്ലാസ് കട്ടനും ഗംഗയ്ക്ക് നേരെ നീട്ടിയത്. ഗംഗ പാത്രത്തിലേക്കും സുശീലയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. എന്താ ഇത്? ഇതിനു മുമ്പ് അവൾ കഴിച്ചിട്ടില്ലാത്ത ഒരു ഭക്ഷണം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ചോദിച്ചു പോയതാണ്. ഇത് ചേമ്പും തടയാ, കഴിച്ചു. നല്ലതാ വണ്ണം വെക്കാൻ, സുശീല പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ അത് കണ്ടതും ഗംഗയ്ക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് വേണ്ട, കട്ടൻ മാത്രം മതി. അതെന്താ കൊച്ചേ, ഇതൊന്നും കഴിച്ചാൽ നിനക്ക് ഇറങ്ങത്തില്ലേ? ഇതൊക്കെ ഞങ്ങൾ പാവങ്ങളുടെ ആഹാരമാ. ഗംഗ ഭക്ഷണത്തിനോട് അതൃപ്തി കാട്ടിയത് സുശീലയ്ക്ക് അത്ര പിടിച്ചില്ല. ആയിക്കോട്ടെ അമ്മായി, എനിക്കിത് ഇഷ്ടമില്ലെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഇപ്പൊ കുത്തിക്കയറ്റി കഴിക്കാൻ പറ്റുമോ? ഗംഗ അമർഷത്തോടെ ചോദിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് രമ്യ അവിടേക്ക് വന്നു. ഓ, നീയാണല്ലോ അവളുടെ പുതിയ രക്ഷക. അവളൊന്ന് തുമ്മിയാലും തുപ്പിയാലും ഓടി വന്നോളും. എന്താ അമ്മായി, എന്താ കാര്യം? സുശീല പറഞ്ഞതൊന്നും കാര്യമാക്കാതെ രമ്യ സൗമ്യമായ സ്വരത്തിൽ ചോദിച്ചു. ഞാനൊരു പാത്രത്തിലെ കുറച്ച് ചേമ്പുന്നട കൊടുത്തപ്പോ തമ്പുരാട്ടിക്ക് പിടിച്ചില്ല പോലും. അവളിതൊന്നും കഴിക്കില്ലത്രേ. രമ്യ അവരിരുവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. അമ്മായി അകത്തേക്ക് ചെന്നോ, ഞാൻ കൊടുക്കാം അവൾക്ക്. സുശീല പാത്രം ദേഷ്യത്തോടെ രമ്യയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ഹാളിലേക്ക് നടന്നു. ഗംഗ വല്ലായ്മയോടെ രമ്യ നോക്കി. സാരമില്ല ഗംഗ, നിനക്കിതൊന്നും കഴിച്ച് ശീലമില്ലെങ്കിൽ നീ കഴിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മായിയൊക്കെ പഴയ ആളുകളാ. നീ ചിലപ്പോൾ ഇഷ്ടമില്ലെന്നൊക്കെ പറയുമ്പോൾ അവർ കരുതുക
അവർ തന്നതുകൊണ്ട് നീ വേണ്ടെന്ന് പറഞ്ഞതാകുമെന്നൊക്കെ. നീ അത് കാര്യാക്കണ്ട. തൽക്കാലം ഈ കട്ടൻ കുടിക്ക്. കവറിൽ മിക്സറുണ്ട്, അതെടുക്കട്ടെ. ഇപ്പം എനിക്കൊന്നും വേണ്ട ചേച്ചി. അത് അത് പറഞ്ഞാൽ ശരിയാവില്ല ഗംഗേ. നീ ഉച്ചയ്ക്കും ആഹാരമൊന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് വിശക്കുന്നില്ലേ? രമ്യ ചോദിച്ചതിന് മറുപടി പറയാതെ ഗംഗ വെറുതെ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു. ഗംഗയുടെ മൂടത്ര ശരിയല്ലെന്ന് മനസ്സിലാക്കിയത് രമ്യ പിന്നെ ഒന്നും ചോദിക്കാതെ പാത്രത്തിലിരുന്ന് ചേമ്പും ഒരടപ്പുപയോഗിച്ച് അടച്ചു വെച്ച് ഹോളിലേക്ക് ചെന്നു. അതേസമയം ഗായത്രിയുടെ വീട്ടിൽ അവളുടെ റൂമിലിരിക്കുവാണ് ശ്രീബാലയും ശ്രീനിധിയും ഗായത്രിയും. എന്നാലും എൻ്റെ ഗായു, വിവാഹം കഴിഞ്ഞിട്ട് നീയൊരു പോക്ക് പോയതാ. പിന്നെ ഇങ്ങോട്ട് വന്നതേ ഇല്ലല്ലോ. ഞാൻ വല്യമ്മയോട് പറഞ്ഞതാ നിന്നെ വിളിക്കാന്ന്. അപ്പൊ വല്യമ്മയാ പറഞ്ഞേ വേണ്ട, ചിലപ്പോൾ മഹേഷ് ഏട്ടൻ്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടായെന്ന് വരില്ലെന്ന്. എടി, ഞാൻ അതൊന്നും കൊണ്ടല്ല വരാതിരുന്നത്. ഒന്ന് ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് ഇനി എന്തു പറയണമെന്നറിയാതെ ഗായു വിഷമിക്കുന്നത് കണ്ടത് നിധി അവളെ ഒരു കള്ളനോട്ടം നോക്കി. ശ്രീബാല നിധിയെ കണ്ണുരുട്ടി പേടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവൾ അതൊന്നും കാര്യമാക്കാതെ സംസാരിച്ചു. അതെന്താ, നിനക്ക് മഹേഷ് ഏട്ടനെ പിരിഞ്ഞു നിൽക്കാൻ വിഷമായതുകൊണ്ടാണോ? ഛേ, പോടി, അതൊന്നുമല്ല. ഗായു നാണത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. കൃത്യസമയത്താണ് അവളുടെ ഫോണിലേക്ക് മഹേഷിന്റെ കോൾ വന്നത്. സ്ക്രീനിൽ മഹിയേട്ടൻ എന്ന പേരും ഒപ്പം അവരിരുവരും തമ്മിലുള്ള ഒരു സെൽഫിയും തെളിഞ്ഞു വന്നതോടെ നിധി അവളെ ഒന്ന് ആക്കി ചുമിച്ചു. നിധി, നീ ഇങ്ങോട്ട് വന്നേ. ഗായു, നീ സംസാരിക്കുക, ഞങ്ങളെ കുറിച്ച് കഴിഞ്ഞു വരാം. ബാല നിധിയെ പിടിച്ചു വലിച്ച് താഴേക്ക് നടന്നു. ഹലോ, അടക്കിപ്പിടിച്ച സ്വരത്തിൽ ഗായത്രി സംസാരിച്ചു. തിരക്കായിരുന്നോ? ഏയ്, തിരക്കൊന്നും ആയിരുന്നില്ല. ഞാൻ റൂമിലുണ്ടായിരുന്നു. കുറച്ചു നേരം ബെല്ലടിച്ചിട്ട് എടുക്കാതായപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ അമ്മയോട് എന്തെങ്കിലും വർത്താനമൊക്കെ പറഞ്ഞിരിക്കുമായിരിക്കുമെന്ന്. ഞാൻ വർത്താനം പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷെ അമ്മയോടല്ല, ബാലയും നിധിയും. ആഹാ, അവരുണ്ടോ? പക്ഷേ മഹിയേട്ടൻ്റെ കോൾ വരുന്നത് കണ്ട് രണ്ടാളും നൈസായിട്ട് വലിഞ്ഞു. മഹിയേട്ടൻ ഇപ്പോൾ എവിടാ? എടാ, ഞാൻ ഹോട്ടലിലാണ്. ഇപ്പോൾ ഒരു ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്നതേ ഉള്ളൂ. എങ്ങനെയുണ്ട് ക്ലൈമറ്റ്? നല്ല സൂപ്പർ ക്ലൈമറ്റ്. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ താൻ കൂടി ഉണ്ടാവേണ്ടതായിരുന്നു. ഫ്രണ്ട്സിനൊപ്പമുള്ള ട്രിപ്പായതുകൊണ്ടാണ് ഞാൻ തന്നെ കൂട്ടാഞ്ഞത്. നമുക്ക് രണ്ടുപേർക്കും മാത്രമായിട്ട് ഒരിക്കലൂടെ വരാം. ഗായ് പോയിട്ടുണ്ടോ മൂന്നാർ? മഹേഷ് ചോദിച്ചപ്പോൾ പണ്ട് +2 ടൂർ പോയ ഓർമ്മയിൽ ഗായത്രി ഒന്നും മൂളി. പിന്നെ എല്ലാവരും എന്തു പറയുന്നു? അച്ഛനും അമ്മയൊക്കെ സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു മഹിയേട്ട. ഞങ്ങളിതാ രാത്രിയിലെ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുമായിരുന്നു. എങ്കിൽ പിന്നെ നിങ്ങളുടെ സംസാരം നടക്കട്ടെ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഗായുവിനെ വിളിച്ചെന്നേ ഉള്ളൂ. ഫ്രണ്ട്സ് എല്ലാവരും അപ്പുറത്തെ റൂമിൽ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോകണം. മഹിയത് പറഞ്ഞതും ഗായത്രിയുടെ ഭാഗത്തുനിന്ന് മൗനം. എൻ്റെ പൊന്നു ഗായു, ഞാൻ പോകുന്നൊന്നുമല്ല. വെറുതെ അവന്മാർക്കൊരു കമ്പനി കൊടുക്കാൻ. ജസ്റ്റ് അവിടെ പോയി സംസാരിച്ചിരിക്കും. അതിനുശേഷം തിരിച്ചു വരും, പോരെ? ഗായത്രിയുടെ മുഖം വിടർന്നു. ചിരിയോടെ അവൾ കോൾ കട്ട് ചെയ്തു. ശേഷം ബാലയുടെ ഫോണിലേക്ക് വിളിച്ചു. മകി ഫോൺ വെച്ചെന്ന് കണ്ടതും രണ്ടാളും തിരികെ മുറിയിലേക്ക് വന്നു. കുറേ ദിവസം കൂടി ഗായു വന്നതുകൊണ്ട് തന്നെ ഇന്ന് അവർ ഗായുവിനൊപ്പം കിടക്കുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കൂടിയതാണ്. ഗായു, നീ ഒരു കാര്യം അറിഞ്ഞോ? നിധി എന്തോ പറയാൻ തുടങ്ങിയതും ബാല അവളെ കണ്ണു ചുരുക്കി നോക്കി. ഇവിടെ ഗംഗേച്ചി അത്ര പറഞ്ഞതേ നിധിക്ക് ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ബാല ശക്തിയായി അവളുടെ കയ്യിൽ അടിച്ചിരുന്നു. നീ എന്തിനാ ബാല തല്ലുന്നേ? എത്രയൊക്കെ പറഞ്ഞാലും അവളും കൂടി അറിയേണ്ട കാര്യമല്ലേ? പിന്നെ ബാലയൊന്നും മിണ്ടാതെ അവളിൽ നിന്ന് അല്പം അകലവിട്ട് മാറി. നീ എന്താ പറഞ്ഞു വന്നത്? ഗംഗേച്ചി. എടി, ഗംഗേച്ചി ഒരു ചെക്കനൊപ്പം പോയില്ലേ? ആ ചെക്കൻ്റെ അമ്മയും പെങ്ങളും കൂടി ഒരു ദിവസം ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എന്നിട്ട് എന്താവാനാ? നീ ഇതൊന്നും ഇതുവരെ അറിഞ്ഞില്ലേ? ഇല്ല, അമ്മ എന്നോടൊന്നും ഇതേപ്പറ്റി പറഞ്ഞില്ല. ആ, ചിലപ്പോൾ വല്യമ്മ മനഃപൂർവ്വം പറയാത്തതാവും. എന്നിട്ട് നീ ബാക്കി പറഞ്ഞേ. ഗായത്രിക്ക് ആകാംക്ഷയായി. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ഗംഗയെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞു ഗംഗ ഏതോ പയ്യനെ രജിസ്റ്റർ മാരേജ് ചെയ്തു എന്ന്. ശേഷം വല്ലാത്തൊരു തരം ദേഷ്യമായിരുന്നു ഗംഗയോട്. അതുകൊണ്ട് തന്നെ ഇതുവരെ അവളെപ്പറ്റി ഒന്നും തന്നെ അന്വേഷിച്ചില്ല. എന്നിട്ട് നീ ബാക്കി പറ. ഇവിടെ വന്നു അവര്. ഗംഗേച്ചി വീട്ടിൽ കൊണ്ടുവന്നാക്കാനാ വന്നത്. തിരികെ കൊണ്ടുവന്നാക്കാനോ? ഗായത്രിയുടെ കണ്ണുകൾ തുറച്ചുപോയി. അതേടി, ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിലേക്കാണ് ഗംഗേച്ചി എന്നത്. ആ പയ്യനെന്തോ ജോലിക്കൊന്നും പോകാതെ വെറുതെ കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ ഇൻസ്റ്റയിലൊക്കെ റീലിട്ടിട്ട് നടക്കുന്ന ഒരു ചെറുക്കൻ.
എന്റെ ഈശ്വര, ഈ ഗംഗേച്ചി ഇത് എന്ത് കണ്ട് ഇറങ്ങി പുറപ്പെട്ടതാ? ഗായത്രി ആവലാതിയോട് നെഞ്ചിൽ കൈവച്ചു. എന്നിട്ട് എന്നിട്ട് എന്താവൻ? വലിയ മുതൽ അടി കൊടുത്താണ് ഇറക്കി വിട്ടതെന്ന് അമ്മ പറഞ്ഞത്. ഇനി ഇവിടെ കയറ്റാൻ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. ഈശ്വര, ചേച്ചി ഇങ്ങനൊരു പ്രതിസന്ധിയിലാണെങ്കിൽ അമ്മയൊന്നും ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ടി വിയിലും മൊബൈലിലും ഒക്കെ നമ്മൾ എന്തെല്ലാം വാർത്തകളാണ് ഓരോ ദിവസവും കാണുന്നേ. ഗായത്രിക്ക് പിന്നെയും വെപ്രാളം. എന്റെ ഗായു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഗംഗ ചേച്ചി ആരും ഉന്തിത്തള്ളി പറഞ്ഞു വിട്ടതല്ല, സ്വയം ചാടിപ്പോയതല്ലേ. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഗതിയൊക്കെ വരണം. ഇറങ്ങി പോകും മുമ്പ് വല്യമ്മയുടെ മല്ലുമച്ച് വല്യച്ഛൻ്റെയും വിഷമം നീ കണ്ടതല്ലേ. അപ്പൊ പിന്നെ ഇനി അവര് ഗംഗ ചേച്ചിയുടെ വിഷമം കാണണ്ട. നിധി കെറുവോടെ പറഞ്ഞു നിർത്തി. നിധി, മതി. ശ്രീബാല അവളെ വിലക്കി. ഞാനിനി ഒന്നും പറയുന്നില്ല. ഗംഗയുടെ കാര്യം കേട്ടപ്പോൾ മുതൽ ഗായത്രിക്കൊരു വല്ലായ്മ. ശ്രീബാല അവൾക്കരികിലേക്ക് വന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഗായു. നിധി പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ലെങ്കിലും ഗംഗേച്ചി സ്വയം തിരഞ്ഞെടുത്ത ജീവിതമല്ലേ അത്. അതും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിച്ച്. അതുകൊണ്ട് ഇനി ആ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതെല്ലാം അനുഭവിക്കാൻ ഗംഗേച്ചി ബാധ്യസ്ഥയാണ്. പിന്നെ ഒട്ടും പറ്റുന്നില്ലെന്ന് തോന്നിയാൽ ഒരിക്കൽ കൂടി ഇവിടേക്ക് വരാമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും അമ്മയല്ലേ, അന്യരൊന്നും അല്ലല്ലോ. ബാല പറഞ്ഞപ്പോൾ ഗായുവിനും തോന്നി അതാണ് ശരിയെന്ന്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗായുവിൻ്റെ ഫോണിലേക്ക് ഗീതയുടെ കോൾ വന്നു. അമ്മേ, ഗായു നീട്ടി വിളിച്ചു. മോളെ കഴിച്ചോ? കഴിച്ചമ്മേ. അച്ഛൻ എന്തിയെ? അച്ഛനും ഞാനും ദാ വെറുതെ ഇങ്ങനെ ഉമ്മറത്തിരിക്കുക. അച്ഛൻ പറയായിരുന്നു മോള് പോയപ്പോൾ വീട് ഉറങ്ങിപ്പോയതുപോലെ ആയിന്ന്. ഇത്രയും ദിവസം നിന്റെ ചിരിയും കളിയും കലപ്പിലെ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വീടങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നോ? ഇതിപ്പോൾ പെട്ടെന്ന് നീയുമില്ല അവനുമില്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രമായപ്പോൾ ഒരു വിഷമം. അമ്മ വിഷമിക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാനിങ്ങ് വരില്ലേ. ഗായത്രി ഗീതയെ സമാധാനിപ്പിച്ചു. ഞാൻ വെറുതെ മോളുടെ സ്വരം ഒന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചതാ. ഉറങ്ങാൻ സമയമെങ്കിലും ഉറങ്ങിക്കോ, നാളെ വിളിക്കാം. ശരിയമ്മേ. പറഞ്ഞുകൊണ്ട് ഗായു ഫോൺ വെച്ചു. മഹേഷ് ഏട്ടൻ്റെ അമ്മയ്ക്ക് നിന്നോട് വലിയ സ്നേഹമല്ലേ? പുഞ്ചിരിയോടെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുന്ന ഗായുവിനോടായി ബാല ചോദിച്ചു. എല്ലാവരും ഭയങ്കര പാവമാണ്. മഹേഷിൻ്റെ ചേച്ചിയാണെങ്കിലും ചേച്ചിയുടെ ഭർത്താവും പിന്നെ അമ്മയും അച്ഛനും നല്ല സ്നേഹമുള്ള കുടുംബമാണ്. ഈ സൗഭാഗ്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണല്ലോ ഗംഗ ചേച്ചി ആ ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. പെട്ടെന്ന് നിധി അങ്ങനെ പറഞ്ഞതും ഗായു വല്ലാത്തൊരു വെപ്രാളത്തോടെ അവളെ നോക്കിപ്പോയി. അവൾ ആ സമയം ചിന്തിച്ചത് ഗംഗയാണ് മഹേഷിനെ വിവാഹം കഴിച്ചിരുന്നത് എങ്കിലെന്നായിരുന്നു. ഗായു അസ്വസ്ഥതയോടെ കണ്ണുകൾ ഒന്ന് ഇറുക്കിയടച്ചു. മഹേഷിനൊപ്പം ഇനി ഒരു പെണ്ണിനെ സങ്കല്പിച്ചു പോലും നോക്കാൻ കഴിയാത്ത അത്ര ആഴത്തിൽ താൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗായത്രിയുടെ അതിരങ്ങളിൽ ഒരു പുഞ്ചിരി വിടർന്നു. വിവാഹമൊക്കെ കഴിഞ്ഞ ശേഷം ഇവൾക്ക് ഇത്തിരി ചിരി കൂടിയിട്ടുണ്ടോ ബാലെ? നിധി ബാലയെ നോക്കി ചോദിച്ചതും ഗായു മുഖമൊന്ന് അമർത്തി തുടിച്ചുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. അവൾക്ക് ഇരുവശത്തുമായി ബാലയും നിധിയും. തുടരും.